സങ്കീർത്തനങ്ങൾ 56:9 ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ലക്ഷക്കണക്കിന് വരുന്ന മിദ്യാന്യ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഗിദെയോനോട് ദൈവം ആവശ്യപ്പെട്ടു, വലിയൊരു സൈന്യത്തിന് പകരം വെറും 300 പേരെ മാത്രം കൂട്ടി യുദ്ധത്തിനിറങ്ങാൻ. ദൈവം തങ്ങൾക്ക് അനുകൂലമാണെന്ന ഉറപ്പോടെ രാത്രിയിൽ അവർ ശത്രുപാളയം വളഞ്ഞു, കാഹളം മുഴക്കി, പന്തങ്ങൾ കത്തിച്ച് കുടങ്ങൾ ഉടച്ചു. അപ്പോൾ ദൈവ ശത്രുക്കളുടെ ഇടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. അവർ പരസ്പരം വെട്ടിവീഴ്ത്തുകയും ശേഷിച്ചവർ ഭയന്നോടി പിന്തിരിയുകയും ചെയ്തു. വലിയ സൈന്യത്തിന്റെ ശക്തിയല്ല, ദൈവം അനുകൂലമായി നിന്ന് ചെറിയ കൂട്ടത്തെ വെച്ച് വിജയം നേടുവാനിടയായി. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ദാവീദ് പറയുന്നു, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴുമെന്ന്. ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയ യാക്കോബ് തലമുക്കി നോക്കുമ്പോൾ 400 പടയാളികളുമായി വരുന്ന ഏശാവ്, ശത്രുതയോടിരുന്ന ഏശാവ് അടുത്തെത്തിയപ്പോൾ ഏശാവിന്റെ മനസ്സിനെ ദൈവം മാറ്റിയിരുന്നു. യാക്കോബിനെ കൊല്ലുന്നതിന് പകരം അവർ ആലിംഗനം ചെയ്യുവാനിടയായി. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്, ഭയപ്പെടേണ്ടതില്ല. ശത്രുവിന് വരുന്ന അനർത്ഥം നമ്മുടെ കണ്ണാലെ കാണുവാൻ ദൈവം ഇടയാക്കും. ആര് പകച്ചാലും എത്ര കഷ്ടങ്ങൾ നേരിട്ടാലും നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈനീട്ടുന്ന ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഏവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.